കണ്ണീരുണങ്ങാത്ത ഒരു മകളുടെ നെഞ്ചിലേക്കാണ് അവൻ ആ വിഷം തുപ്പിയത്. മാതൃഭൂമിക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരു ധീര രക്തസാക്ഷിയുടെ മകളുടെ കണ്ണീരിനെ പരിഹസിക്കുവാൻ ഒരുവന് എങ്ങനെ ധൈര്യം വന്നു? വരികയല്ല, അവൻ ആ ധൈര്യം കൊടുത്ത ചില ശക്തികൾ ഇന്ന് കേരളത്തിലുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച കൊച്ചി സ്വദേശി രാമചന്ദ്രൻ്റെ മകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിന് താഴെയാണ് മുഹമ്മദ് സനൂഫ് എന്ന ഈ മഹാൻ തൻ്റെ ഉള്ളിലെ രാജ്യദ്രോഹ പക മുഴുവൻ എഴുതി വച്ചത്. സൗദി അറേബ്യയുടെ ശീതള ഛായയിലിരുന്ന് സുഖവാസം നയിക്കുമ്പോഴാണ് ഈ മലപ്പുറം ഐക്കരപ്പടി സ്വദേശി സോഷ്യൽ മീഡിയയിലൂടെ ഭാരതത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. പല മാധ്യമങ്ങളും ഇതിനെ കേവലം ഒരു അധിക്ഷേപകരമായ കമൻ്റ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുവാൻ ശ്രമിക്കുകയാണ്. ചിലർ അതിനെ മതസ്പർദ്ധ വളർത്തുന്ന കമൻ്റ് എന്ന് വിളിച്ച് ഒതുക്കുന്നു. എന്നാൽ എന്താണ് അവൻ എഴുതിയത് എന്ന് തുറന്നു പറയുവാൻ ഈ മാധ്യമങ്ങൾക്കൊന്നും ധൈര്യമില്ല. കേൾക്കണോ ആ ക്രൂരത? അവൻ പരസ്യമായി പ്രഖ്യാപിച്ചു അവൻ്റെ ജിഹാദി സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇവിടുത്തെ ഒരു വിഭാഗത്തെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെയെല്ലാം കൂട്ടം കൂട്ടമായി നശിപ്പിക്കും എന്ന്. ഇതാണ് അവൻ എഴുതി വെച്ചത്. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണ് എന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കുവാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിൻ്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഇതായിരുന്നു അവൻ അവിടെ എഴുതി വച്ചിരുന്നത്. പഹൽഗാമിൽ മരിച്ചു വീണ രക്തസാക്ഷിയുടെ മകളുടെ കണ്ണുനീരിൻ്റെ നനവ് മാറും മുമ്പ് ഇനിയും നിൻ്റെയൊക്കെ ആൾക്കാർ മരിച്ചു വീഴുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരുവൻ്റെ മനസ്സ് ഒരു ഒന്നൊന്നര ജിഹാദിയുടേതാണ്, ഒന്നൊന്നര ഭീകരവാദിയുടേത് തന്നെയാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇവനൊരു രാജ്യദ്രോഹിയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് വേണ്ടത്? ഒരു സാധാരണ കമൻറ്റിൻ്റെ പേരിലല്ല കേരള പോലീസ് ഇവരെതിരെ UAPA ചുമത്തിയിരിക്കുന്നത്. ലുക്കൗട്ട് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് കരിപ്പൂർ പോലീസ് ഇവനെ പൊക്കുമ്പോൾ ഇവൻ വിചാരിച്ച് കാണില്ല മാതൃരാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ ഇത്ര ശക്തമാണ് എന്ന്. മുട്ടം പോലീസ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിലും ഫോൺ പരിശോധനയിലും രാജ്യാന്തര ഭീകരബന്ധങ്ങളുടെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ കേസ് NIA ഏറ്റെടുക്കുന്നതോടുകൂടി ജാമ്യമില്ലാ കഥയായി ഇവൻ തിഹാർ ജയിലിൻ്റെ അഴിക്കുള്ളിലേക്ക് എണ്ണപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. യുവമോർച്ച നേതാവ് അധീന ഭാരതി കാട്ടിയ ഈ ദേശസ്നേഹവും ജാഗ്രതയുമാണ് ഈ ജിഹാദിയെ ഇന്ന് നിയമത്തിന് മുന്നിൽ എത്തിച്ചത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും മറ്റൊന്നാണ്. സ്വന്തം രാജ്യത്തെ തകർക്കും എന്ന് ഒരുവൻ പരസ്യമായി വെല്ലുവിളിച്ചിട്ടും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ CPM, കോൺഗ്രസ്, CPI, മുസ്ലിം ലീഗ് എന്നിവരൊക്കെ, അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ, അവരെയൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒരക്ഷരം ഇവർ പ്രതികരിച്ചോ? ഇതാണ് യഥാർത്ഥ ഭീകരവാദം എന്ന് പറയുവാൻ ഇവരിൽ ആർക്കെങ്കിലും നാവ് പൊന്തിയോ? ചാനലുകളിൽ ചർച്ച നടന്നോ? ഇല്ല. എന്താണ് ഈ അർത്ഥഗർഭമായ മൗനം? മൗനം സമ്മതലക്ഷണം എന്നാണല്ലോ ശാസ്ത്രം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യദ്രോഹത്തെയും ഭീകരവാദത്തെയും ഇവർ മൗനമായി അനുകൂലിക്കുകയാണോ? നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് നാം ജാഗ്രത പാലിക്കേണ്ടത്. മുസ്ലിം മതത്തിലെ നല്ലവരായ സാധാരണ മനുഷ്യർ പോലും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരാത്തത് ഭയാനകമായ ഒരു സാഹചര്യമാണ് വ്യക്തമാക്കുന്നത്. ഒളിഞ്ഞിരിക്കുന്ന ഈ ജിഹാദി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈക്കും സപ്പോർട്ടും നൽകുവാൻ കേരളത്തിൽ ആളുകളുണ്ട്. UAPA എന്ന പേര് കേട്ടതുകൊണ്ട് മാത്രമാണ് പലരും ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത്. ഇന്നത്തെ ഇവരുടെ ഈ മൗനം നാളെ കേരളത്തിൽ ഒരു യഥാർത്ഥ ആപൽഘട്ടമുണ്ടായാൽ ഇവർ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിച്ച് ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് ശത്രു രാജ്യത്തിന് വേണ്ടി ജയ് വിളിക്കുന്ന ഇവരെയൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാതൃരാജ്യത്തിൻ്റെ സുരക്ഷയേക്കാൾ വലുതല്ല ഒരു വോട്ട് ബാങ്കും. ഉത്തിഷ്ഠത, ജാഗ്രത. ജയ് ഹിന്ദ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.